തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട്. ഹോമിയോപ്പതിക് ഡോക്ടറായ ഡോക്ടർ സിജു തോട്ടാപ്പള്ളി സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സിസ്റ്റർ, ഇന്ന് നമ്മൾ കോമണായി കേട്ടുവരുന്ന ഒരു വാക്കാണ് സ്ട്രെസ് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഈ സ്ട്രെസ് പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയായാലോ ഇന്ന് നമുക്ക്? തീർച്ചയായിട്ടും സമ്മർദ്ദം, ജീവിത സമ്മർദ്ദം എന്നൊക്കെ പറയുന്നത് ഇന്ന് ഏതൊരു കുഞ്ഞും പറയുന്നൊരു കാര്യമാണ്. എനിക്ക് സ്ട്രെസ്സാണ് എന്ന് പറയും. ഞാൻ ഈ ഒരു സാഹചര്യത്തിലൊരു എൻ്റെ ഒരു കേസ് ഓർത്തു പോവുകയാണ്. ഒരു ചെറുപ്പക്കാരൻ, 10-28 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ വന്നിരിക്കുകയാണ്. പറഞ്ഞത്, സിസ്റ്റർ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ഞാൻ ചോദിച്ചു, സ്ട്രെസ്സ് എന്താ താങ്കൾക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം? പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു, പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഉറക്കം ശരിയാകുന്നില്ല, എനിക്കെൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും കൈയും കാലൊക്കെ അങ്ങ് വിറയ്ക്കുവാണ്. അപ്പോൾ ചോദിച്ചാൽ എന്താ പ്രശ്നം എന്താ? അപ്പോഴാണ് പറഞ്ഞേ, എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ കല്യാണവും നമ്മളുടെ സ്ട്രെസ്സും തമ്മിൽ എന്താ ഇത്ര ബന്ധം? അപ്പോൾ പറഞ്ഞൊരു കാര്യം, സിസ്റ്ററെ, ഇതുവരെയും ഞങ്ങളുടെ വീട്ടിൽ വേറൊരു വ്യക്തി ഇല്ലായിരുന്നു. ഞങ്ങൾ 2 പേരടങ്ങുന്ന, അതായത് അച്ഛനും അമ്മയുണ്ട്, പിന്നെ ഞങ്ങൾ ചേട്ടനനിയന്മാർ 2 പേരടങ്ങുന്ന 4 പേരുള്ളൊരു ഫാമിലി. അപ്പം ആ ഒരു ഫാമിലിയിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വരുന്നു. അതുപോലെ തന്നെ ആ കുട്ടിയാണെങ്കിലും എഡ്യൂക്കേറ്റഡ് ആണ്, ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ ചേച്ചിയൊക്കെ ഉള്ള സമയത്ത് എങ്ങനെയാണ് വീട്ടിൽ പെരുമാറേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഇതുവരെയും ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ചിലപ്പോൾ സോഫയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, TV കണ്ടുകൊണ്ട് തന്നെ കിടന്നുറങ്ങുന്നു, അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ വലിച്ചു വാരി എവിടെയെങ്കിലുമൊക്കെ ഇടുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ഉണ്ടായിരുന്നെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറൊരു വ്യക്തി എൻ്റെ വീട്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇനി ഒരുമിച്ചുള്ള ഒരു ജീവിതമാണെന്ന് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പേടിച്ചിട്ട് വയ്യ. അതെനിക്ക് സ്ട്രെസ്സാണ്. അവന്റെ കംഫർട്ട് സോൺ പോയി. അതാണ് കാര്യം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജീവിത സമ്മർദ്ദം എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ എക്സാക്ട്ലി നമ്മുടെ ഒരു കംഫർട്ട് സോൺ നമുക്ക് നഷ്ടമാകുന്നു എന്ന് തോന്നുകയോ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ജീവിത അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കാതെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ട്രെസ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു പ്രചാരമായി തീർന്നൊരു വാക്കായിട്ട് തീർന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഈ സ്ട്രെസ്സിന് തന്നെ യൂസ്ട്രെസ് എന്ന് പറയുന്നതും ഡിസ്ട്രെസ് എന്ന് പറയുന്നതുമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളൊരു എക്സാം എഴുതിയിരിക്കുമ്പോൾ നമ്മളോട് പറയുവാണ്, ഓക്കെ റിസൾട്ട് വന്നു, ഫസ്റ്റ് റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സന്തോഷത്തോടൊപ്പം നമ്മളിലേക്ക് വരുന്നൊരു സമ്മർദ്ദമുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലും നമ്മൾ ഒരു സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ യൂസ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം അത് ഒരു സമ്മർദ്ദമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ വരുമ്പോഴത്തേക്കും അതൊരു ക്രോണിക് ഒരു സെൻസിലേക്ക് പോകുമ്പോഴത്തേക്കുമാണ് ക്രോണിക് സ്ട്രെസ്സിലേക്ക് പോകുന്നത്. ഇതുപോലെ തന്നെയാണ് ഡിസ്ട്രെസ്സും. അതായത് ഒരു മാനസിക സമ്മർദ്ദവും ഒരാളുടെ വ്യക്തിത്വവും തമ്മിൽ ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് സ്ട്രെസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ ഇല്ല. ശരിക്കും ഒരു സ്ട്രെസ് ആവശ്യമല്ലേ? വേണം. അത് ചെറിയൊരു സ്ട്രെസ് എല്ലാവർക്കും നല്ലതാണ്, ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് സ്ട്രെസ് ആവശ്യമാണ്. നമ്മുടെ ഒരു അച്ചീവ്മെന്റിനും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു പ്രോഗ്രാം കംപ്ലീഷനും ആവശ്യമാണെന്ന് നമ്മൾ തന്നെയാണ് ഇന്ന് പറയുന്നത്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്യുമ്പോൾ Yeah. ഇത് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് നന്നായിട്ട് പ്രസന്റ് ചെയ്യണമെങ്കിൽ, അതിൻ്റെ ഒരു പ്ലാനിങ്ങിലേക്ക് വരണമെങ്കിൽ ചെറിയൊരു സ്ട്രെസ് വേണം. ഒരു സ്ട്രെസ്സും ഇല്ലെങ്കിൽ അവിടെ തയ്യാറെടുപ്പുകൾ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സിസ്റ്റർ നേരത്തെ എക്സാമിനെ കുറിച്ച് പറഞ്ഞു. Yeah. ആ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ചെറിയൊരു മിനിമം സ്ട്രെസ് വേണം. അപ്പോൾ നല്ല തയ്യാറെടുപ്പ് നടക്കും. തയ്യാറെടുപ്പ് നടക്കുമ്പോൾ നല്ല പെർഫോമൻസ് ഉണ്ടാവും. Yeah. മിക്കപ്പോഴും പെർഫോമൻസ് ഇല്ലാത്തവരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്നിനെയും കുറിച്ചും ചിന്തകളില്ല, ആകുലതകളില്ല, ഒന്നുമില്ല, Yeah. ലക്ഷ്യമില്ല. അതാണ് Okay. മിക്കപ്പോഴും Yeah. ഉണ്ടാവുന്നത്. അപ്പോൾ സ്ട്രെസ് ചെറിയ തോതിൽ നല്ലതും, എന്നാൽ കൂടുതലായാൽ മിക്കപ്പോഴും പറയാ സ്ട്രെസ് എന്നല്ല പറയാ, പ്രഷർ കൂടി എന്ന് പറയും Pressure. കുറേ പേര്. Yeah. പ്രഷർ കൂടി എന്ന് പറഞ്ഞിട്ടാണ് മിക്കപ്പോഴും ക്ലിനിക്കിലേക്കൊക്കെ വരാം. Yeah. എന്നുവെച്ചാൽ എല്ലാവർക്കും ടെൻഷൻ, സ്ട്രെസ്, പിന്നെ ആ വാക്കുകൾ വളരെ ഈസി ആയിട്ട് എല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എന്ത് ചെറിയ ചെറിയ കുട്ടികൾ പോലും പറയുന്നു. 4, 5, 6 വയസ്സുള്ള കുട്ടികൾ പോലും മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടായിരിക്കാം ചിലപ്പം. ഇപ്പോൾ ക്ലിനിക്കിലൊക്കെ ചെറിയ കുട്ടികൾ പോലും ഭയങ്കര ടെൻഷൻ എന്നൊക്കെ പറയും. ആ ഗുണ്യവാവുകൾ വന്നിട്ട് പറയണേ.
അപ്പോൾ ആ ലെവലിലേക്ക് ഈ സ്ട്രെസ്സും ടെൻഷനും എന്നുള്ള വാക്കുകൾ വളരെ കൊളോക്കിയലായിട്ട് ഇന്ന് ഉപയോഗിക്കാൻ തുടങ്ങി എല്ലാവരും. സാറിത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, അതൊരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അതിടുമ്പോൾ എനിക്ക് സ്ട്രെസ്സാന്ന് പറയുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്? അല്ല, ആ ഡ്രസ്സ് എനിക്ക് പാകമാകുമോ എന്നൊരു ചിന്ത അത് വരുന്നു. ചില ആൾക്കാർക്ക് കടയിൽ പോയിട്ട് ഇപ്പോൾ ഒരു നല്ലൊരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് തുണി വാങ്ങിക്കാൻ പോയാൽ, ഒരു സാരിയോ ചുരിദാറോ ഷർട്ടോ വാങ്ങിക്കാൻ പോയാൽ, അതിന് പോയി വാങ്ങിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞത് പോലും ടെൻഷനാണ്. കാരണം അത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു, ആ പൈസ നഷ്ടപ്പെട്ടു, അപ്പോൾ അത് വേർത്തായോ? അങ്ങനെ ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആങ്സൈറ്റി വരുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അത് ഇത് ജന്മനാ ഉള്ളൊരു ഇത് നമ്മളൊരു കാര്യമാണ്. വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമുക്കറിയാം നമ്മുടെ വ്യക്തിത്വത്തിൽ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ആ, ജനിതകമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു 50% നമ്മുടെ ഒരു നേച്ചറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നമ്മൾ കണ്ട് എത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഫോം ചെയ്തിരിക്കുന്ന ഒരു നർച്ചറിങ്ങും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഒരു വ്യക്തിത്വം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പം ചില വ്യക്തിത്വങ്ങൾ കൂടുതൽ ഒരു ആങ്ഷ്യസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില വ്യക്തിത്വങ്ങളുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം സാർ നേരത്തെ പറഞ്ഞ പോലെ ആ, ഒരു ടെക്സ്റ്റൈൽസിൽ പോയി ഒരു ഡ്രസ്സ് മേടിക്കുന്ന കാര്യം പറയുമ്പോൾ പോലും സ്ട്രെസ് വരുന്നു. അപ്പോൾ നമുക്ക് ഒരു ആങ്ഷ്യസ് ടൈപ്പാണ് അവർ. അപ്പോൾ ഇതുപോലെ തന്നെ ഡിപ്പെൻഡ് ആയിട്ടുള്ള ആ, ഒരു ക്രൈറ്റീരിയയിലും അതെ. കൂടുതൽ സ്ട്രെസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് സാർ പറയുന്ന പോലെ നമ്മുടെ പെർഫോമൻസിനെയും നമ്മുടെ വളർച്ചയെയും ആ, സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പക്ഷേ ഈ സ്ട്രെസ്സിൻ്റെ അഭാവം ചിലപ്പോൾ നമുക്ക് ഈ പെർഫോമൻസ് ആൻഡ് അച്ചീവ്മെൻറ്റിനെ കുറയ്ക്കുന്നു. ഇതോടൊപ്പം തന്നെ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാലും, ഇപ്പം ചില കുട്ടികൾ പറയും, നന്നായിട്ട് ഞാൻ പഠിച്ചിട്ട് പോയതാ സിസ്റ്ററെ, പക്ഷേ ഞാൻ ആ എക്സാം ഹാളിലേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും ഇതൊരു എക്സാം ആണല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സ്ട്രെസ് അതെ. കയറി, ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് പറയും. അപ്പം ഇതിനെ നമ്മൾ വേണ്ട രീതിയിൽ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഏത് കാര്യമുണ്ട്. പ്രായക്കാരിൽ അത് കൂടുതലായി കണ്ടുവരുന്നത് ഈ മാനസിക സമ്മർദ്ദം? തീർച്ചയായും നമുക്ക് ഇന്ന പ്രായമൊന്നും പറയാനില്ല. കുഞ്ഞുങ്ങൾ മുതൽ വളരെ വാർദ്ധക്യത്തിൽ എത്തിയവർക്ക് പോലും അനുഭവപ്പെടുന്നൊരു കാര്യമാണ് ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്ട്രെസ് അനുഭവിക്കുന്നവരുടെ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസിൽ വേരീസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ആയിരിക്കില്ല ഒരു കൗമാരപ്രായക്കാരൻ അനുഭവിക്കുന്നത്. ഇപ്പം തീർച്ചയായിട്ടും ചില അഡോളസെൻസിൻ്റെ സെഷനിലൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചേക്കുന്നത്, സിസ്റ്ററെ, അവർ അവരുടെ അതായത് വേറൊരു കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്കും അവർക്കുള്ളത്ര കൂട്ടുകാരെനിക്കില്ല. ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡിൽ പലപ്പോഴും വരുന്നത് ഒരു ഒരു എന്താ പറയുക, റൊമാൻറ്റിക് അഫെയറിൻ്റെ, അല്ലെങ്കിൽ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഇല്ല, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ല, അതായിരിക്കും ബാക്കി എല്ലാവർക്കും ഉണ്ട്. ബാക്കി എല്ലാവർക്കും ഉണ്ട്. അതവർക്ക് സ്ട്രെസ്സാണ്. അത് കേട്ടിട്ടുണ്ട് പലപ്പോഴും. പിന്നെ ഒരു അഡൾട്ട് ലൈഫിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ പറയും, ഈവൻ ഞാൻ കണ്ടേക്കുന്നൊരു കേസിൽ കണ്ടതാണ്, മറ്റുള്ളവരെല്ലാവരും മറ്റു പോൺ വീഡിയോ വീഡിയോസ് കാണുന്നു, കാണും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡൈവേർഷനിലൂടെ പോകുന്നു, പക്ഷെ എനിക്കതിന് പറ്റണില്ല. പറ്റണില്ല. ഇതെനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമാണോ? അല്ലെങ്കിൽ അപ്പോൾ ഇതൊരു സ്ട്രെസ്സാണ് ശരിക്കും. അപ്പം ഇതേപോലെ പറയുമ്പോൾ പല പ്രായക്കാരിലും കണ്ടുവരുന്ന സ്ട്രെസ്സ് പല വിധത്തിലാണ്. അതും പേഴ്സണലി അവരുടെ മാറ്റേഴ്സുമായിട്ടും പേഴ്സണാലിറ്റി ട്രേറ്റ്സുമായിട്ടും ബന്ധപ്പെട്ടുമാണ് ഈ സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി ഇരിക്കുന്നു ഒരു എന്നാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെന്ന രീതിയും മാറും. മാറുന്നുണ്ട്. ചില ആൾക്കാർക്ക് അത് ദേഷ്യമായിട്ട് വരാം. ചില ആൾക്കാർ പറയാറുണ്ട്, ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാന്ന് പറയും. ഭയങ്കര വിശപ്പ് കൂടും. ചില ആൾക്കാർക്ക് വിശപ്പ് ഉണ്ടാവില്ല, ഒന്നും കഴിക്കാൻ തോന്നില്ല, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ടെൻഷൻ അടിച്ചിരിക്കും. ഭക്ഷണം പോലും ഇല്ലാതെ പഠിക്കുന്ന കുട്ടികളെ കാണാം. അതേപോലെ തന്നെ ജോലി ഇപ്പം നാളെ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങി അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിൽ ഭക്ഷണം തന്നെ മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ തരത്തിൽ പല രീതിയിലും എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. കാരണം ഇതിനെ നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഇന്ന ഫീച്ചേഴ്സ് ആണ്, ഇന്ന കാര്യങ്ങൾക്ക് അല്ലെ സ്ട്രെസ്സിനൊന്നും നമുക്ക് സിസ്റ്ററെ, പഴ- ഇപ്പോൾ നമ്മുടെ പറഞ്ഞില്ലേ വ്യക്തിത്വത്തിലുള്ളതാണ് അതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജന്മന അവർക്കുള്ള കാര്യമാണ് അവർ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ അനുഭവിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ചുറ്റുമുള്ളവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക? അവരെ ചുറ്റുമുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന
കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണല്ലോ അതെ. കൂടെയുള്ളവര്. അപ്പൊ അതെങ്ങനെയാണ് സാധിക്കുക? പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ സാധിക്കാതെ വരുന്നതും ഇവരെ അകറ്റി നിർത്തുന്നതുമായിട്ടുള്ള, പിന്നെ ഇവരുടെ തന്നെ പ്രശ്നമല്ലല്ലോ, ഇവരായിട്ട് സ്വയം ഉണ്ടാക്കുന്നതല്ല, ഇവർക്ക് ജന്മനാ ഉള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക? എനിക്ക് തോന്നുന്നത് നമ്മൾ ചുറ്റുമുള്ളവരിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ സ്ട്രെസ് അനുഭവിക്കുന്നവർ ഒരു സെൽഫ് അവയർനെസ്സിലേക്കും അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കും വരണം. അപ്പം ഞാനൊരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു സ്ട്രെസ് ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നൊരു അക്സെപ്റ്റൻസ് എനിക്ക് വേണം. പിന്നെ സ്ട്രെസ്സറിനെ നമ്മൾ തിരിച്ചറിയണം. സ്ട്രെസ് ഫാക്ടർ അതിൽ ഇത് ഏറ്റവും വലിയൊരു എന്താണ്. കാര്യം ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ സ്ട്രെസ്സിലെ ഏറ്റവും വലിയൊരു കാരണമായിട്ട് അവർ പറയണത് ഈ ഫാക്ടർ, ഈ പോയിന്റ് സിസ്റ്റർ പറഞ്ഞ കാരണം പറയാണ് ഓവർ തിങ്കിങ്. ഇതെല്ലാവരും ഭയങ്കര ഫാൻറ്റസി ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ ഫാൻസി ആയിട്ട് പറയുന്ന പോലെ ആയി തുടങ്ങി. നമുക്ക് എല്ലാവർക്കും ചിന്തകളുണ്ട്, പക്ഷെ ഇന്ന് ആ ചിന്ത ഒരു സ്ട്രെസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. എന്തെങ്കിലും ചിന്തകൾ വന്നു, ചിന്തയില്ലാത്ത ആരുള്ളേ? ചിന്തയില്ലാതെ ആരുമില്ല. പക്ഷേ ഇന്ന് അത് ഇങ്ങനെ എല്ലാവരും ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഡിസ്കസ് ചെയ്തിട്ടോ ചിന്തേനെ ഹൈലൈറ്റ് ചെയ്ത് എവിടെയൊക്കെ എത്തിച്ചിട്ട് ഇതൊരു സ്ട്രെസ്സായി മാറുന്ന ആൾക്കാരുണ്ട്. അതെ. പലർക്കും ആ സെൽഫ് അവെയർനെസ് സിസ്റ്റർ പറഞ്ഞ കാരണം ഞാൻ പറയുകയാണ്, ഈ സെൽഫ് അവെയർനെസ്സിനെ കുറിച്ച് ഡെപ്തിൽ അവർക്ക് അറിയാൻ സാധിക്കണം. ചില ആൾക്കാർ ഇപ്പോൾ എല്ലാവരും ഇന്ന് സൈക്കോളജിസ്റ്റുമാരാണ്. കാരണം ഇന്ന് ഒരുപാട് എല്ലാവരും സൈക്കോളജിസ്റ്റുമാരെന്ന് പറയാൻ കാരണം ഇന്ന് യൂട്യൂബും റീൽസും ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം പോലെയുള്ള പ്രോഗ്രാംസും കാണുമ്പം ഈ എന്താ പറയുക, കുറച്ച് വിജ്ഞാനം മാത്രം വെച്ചിട്ട് എല്ലാവരും ഡോക്ടർമാരാവുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ക്ലിനിക്കിലേക്ക് വരുന്നവർ ഗൂഗിൾ ഡയലോഗും ഗൂഗിൾ ഡയഗ്നോസിസുമായിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതേ വാക്കുകൾ ഉപയോഗിക്കുമ്പം വന്ന് നേരെ മുമ്പിൽ വന്നിരുന്ന് പറയാ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണെന്ന് പറയുന്ന പോലെയാണ് ഞാൻ ഡിപ്രസ്ഡ് ആണ്, എനിക്ക് ഡിപ്രഷനാണ്. ഞാൻ ചോദിക്കും ഡയഗ്നോസ്ഡ് ആണോ? ഏതെങ്കിലും ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്തോ? അല്ല, ഞാൻ ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ എവിടെ നിന്ന് ഡയഗ്നോസിസ് വരണേ? അപ്പോൾ നമ്മൾ സ്ട്രെസ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി സിംറ്റംസ് വരും. അപ്പോൾ എന്താ സിംറ്റംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഞ്ചിടിപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ബട്ടർഫ്ലൈസ് ഇൻ സ്റ്റൊമക്ക്, എന്തൊക്കെ ഇങ്ങനെ കയറി വരണ മാതിരി തോന്നി, അല്ലെങ്കിൽ ആകെ കിടന്ന് വേർത്തു, അല്ലെങ്കിൽ കയ്യിൽ വേർത്തു, കാലിൻ്റെ അടിയിൽ വേർത്തു, അല്ലെങ്കിൽ ആകെ കിടന്ന് ഷിവർ ചെയ്യണ മാതിരി തോന്നി. അപ്പോൾ ഇതൊക്കെ പേടിയുള്ള ആരെങ്കിലും, ഇപ്പോൾ നമ്മളൊരു സ്റ്റേജ് ഫിയറിൽ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാവുന്ന സിംറ്റംസ് ആണ്. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ ഇവർ അത് തീരുമാനിച്ചു ഓൾറെഡി സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ ഡയഗ്നോസ് ചെയ്തു എനിക്കിതാണ് പ്രശ്നം. ആ ഡയഗ്നോസിസുമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പലരും പല രീതിയിലാണ് നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് പ്രസന്റ് ചെയ്യുക. സിസ്റ്റർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും പലപ്പോഴും ഈ ഗൂഗിൾ ഡോക്ടറെ ആശ്രയിച്ചിട്ട് വരുന്നവരാണ്. നമുക്കറിയാം നമ്മുടെ ഒരു ICD ക്ലാസിഫിക്കേഷനും DSM, അതായത് ഒരു മാനസികമായിട്ടുള്ള നമ്മുടെ സമ്മർദ്ദാവസ്ഥകളെ, ഡിസോർഡറിനെ അല്ലെ ഇൽനെസ്സിനെ കുറിച്ചൊക്കെ പറയുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള ബുക്കുകളിലുള്ളതിനേക്കാൾ കൂടുതൽ പദങ്ങൾ ഇന്ന് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതെ. അപ്പോൾ ഇവർ ഏതെങ്കിലും ഇവരുടെ ഒരു സിംറ്റം വെച്ച് അടിച്ചു കൊടുത്തിട്ട് അത് എന്താണ് അതിൻ്റെ ഡയഗ്നോസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഗൂഗിൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ പോലെ ഓരോന്നും ഇങ്ങനെ കണക്ട് ചെയ്ത് പറയും. ഓക്കെ, നെഞ്ചിടിപ്പ് കൂടുന്നതായിട്ട് തോന്നും. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇപ്പം അത് കാഷ്വലായിട്ട് ജനറലായിട്ട് നടക്കുന്നൊരു ഒരു സംവിധാനമാണെങ്കിൽ പോലും നമ്മളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് അമിതമായിട്ട് നമ്മൾ പറയുന്ന ഫോക്കസ്ഡ് അറ്റൻഷൻ, അത് കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിനും കൂടുതൽ പ്രവർത്തനമുള്ളതായിട്ടോ പ്രവർത്തനരഹിതമാകുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമ്മളെ തന്നെ, അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് മനസ്സിലാക്കുക, ഇതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു എക്സാം എടുത്തിരിക്കുന്ന ഒരു കുഞ്ഞ് അല്ലെങ്കിൽ എക്സാം എഴുതാനായിട്ട് ഹാളിലേക്ക് കയറുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടാവുന്നു, അത് സ്വാഭാവികമാണെന്നും ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റുമെന്നും അതെനിക്ക് എഴുതാൻ പറ്റിയത് ചെയ്താൽ മതി എന്നും ഉള്ളൊരു അഷ്വറൻസ്, പേഴ്സണൽ അഷ്വറൻസ് കൊടുക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സ്ട്രെസ്സറിനെ എന്താണ് എനിക്ക് ഈ സമ്മർദ്ദം തന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത. ഗുഡ്നസ് ടെലിവിഷൻ ഇനി മുതൽ സാറ്റലൈറ്റിൽ മാത്രമല്ല OTT പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ഗൂഗിൾ TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാണ് എന്ന് അവർ മനസ്സിലാക്കിയാൽ അതന്നെ പകുതി സമാധാനമായല്ലോ നമുക്ക്. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യും. ഇപ്പോൾ സൈക്കോ എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന ഒരു കാര്യം,
അവർ കടന്നു പോകുന്ന സാഹചര്യത്തെയും അവരെയും മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഹാഫ് ഓഫ് ദ പ്രോബ്ലം ഹാസ് ബിൻ സോൾവ് എന്ന് പറഞ്ഞ പോലെയായി. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. ഇപ്പം ഒരിക്കൽ ഒരു പ്രഗ്നന്റ് ലേഡി, അതായത് ഡെലിവറി അടുത്തിരിക്കുന്നു, ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റ് ആകുന്നതാണ്. പേടിയാണ്, എനിക്ക് ഒരു രക്ഷയുമില്ല, എനിക്ക് അതിലൂടെ കടന്നു പോകാൻ സാധിക്കുമെന്ന് തോന്നണില്ല, ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപേ തന്നെ ഞാൻ തലകറങ്ങി വീണ് മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഡെലിവറി പ്രോസസ്സിലൂടെ കടന്നു പോയേ പറ്റൂ. അപ്പോൾ അവിടെയൊക്കെയാണ് അവരത് മനസ്സിലാക്കുന്നു, അടുത്തു നിന്നൊരു കോപ്പിംഗ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ സഹായിക്കുന്നു എന്നൊരു കാര്യത്തിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുക, ചില സാഹചര്യങ്ങൾ കടന്നു പോയേ പറ്റൂ. അത് പറഞ്ഞപ്പോഴാണ് സിസ്റ്റർ ഇത് പ്രഗ്നൻസി എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാം, പല കുട്ടികൾക്ക് ഇന്ന് വിവാഹം തന്നെ താല്പര്യമില്ല. അതിനൊരു പ്രധാന കാരണം ഇതുമാണ്. പലവർക്കും പേടിയാണ്. പ്രഗ്നൻസിയാണ്. അതെ. പക്ഷെ അത് കൊണ്ട് തന്നെ പല കുട്ടികളും ഇന്ന് കല്യാണം കഴിഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ വന്നിരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ വന്നിട്ട് ഇതൊക്കെ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുകയും ചെയ്യും. അപ്പം ഈ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അവർ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയുമ്പോൾ കുട്ടികളിൽ മറ്റുള്ളവർക്ക് ഇത്തിരി ഭയം ഉണ്ടാക്കും. ആ ഭയം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അവരായിരിക്കും എന്തിനാ പിന്നെ കല്യാണം കഴിക്കാൻ, എന്തിനാ ഇത്ര റിസ്ക് എടുക്കണേ. അപ്പോൾ അൺനെസസറി ആയിട്ട് നമ്മൾ കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് അവസാനം കല്യാണവും കഴിഞ്ഞു, കൊച്ചും ഉണ്ടായി, എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, ഇത് ഇത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്ന്. അപ്പം വെറുതെ പേടിച്ചു. പലപ്പോഴും നമ്മളുടെ പേടികൾ തന്നെ ഇത് കഴിഞ്ഞ് ആ സിറ്റുവേഷൻ കടന്നു കഴിഞ്ഞാൽ ഓ എത്ര സിമ്പിളായിരുന്നോ എന്നുള്ളതാണ്. പല പേടികൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ചാലഞ്ചസ് നേരിടാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് പാരൻസും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉള്ളൊരു കാര്യം സാറ് പറഞ്ഞ പോലെ എക്സാജറേറ്റഡ് ആയിട്ട് ഇപ്പോൾ സിറ്റുവേഷൻസിനെയൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനതിൽ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഞാൻ പറയുന്നതല്ല. ഇപ്പോൾ പ്യൂബർട്ടി ഏജിലൂടെയൊക്കെ കടന്നു പോകുന്ന പെൺകുട്ടികളോടൊക്കെ ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും പറയുന്നത്, ഓക്കെ, ഒരു മെൻസ്ട്രൽ പീരിയഡ് അല്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറ്റു കുട്ടികളും ഇതേപോലെ ഇലാബറേറ്റഡ് ആയിട്ട് പറയുന്നു, അവിടെ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുന്നു, അതോടൊപ്പം തന്നെ മീഡിയ ത്രൂ അല്ലെങ്കിൽ മൂവി കാര്യങ്ങളിലൊക്കെ ഇത് തന്നെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇപ്പം ഓരോരുത്തർക്കും നമുക്കറിയാം ഇൻഡിവിജ്വലായിട്ടാണ് ഇതിൻ്റെ സിംറ്റംസും, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണിത്. എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഉണ്ടാകണം എന്നില്ല. ഒരു കേസ് ഇതേപോലെ വന്നതിൽ ഒരു പെൺകുട്ടി ആ ഒരു പ്യൂബർട്ടി കാലഘട്ടം, അതായത് മെൻസ്ട്രൽ പീരീഡ്, ആ ഒരു സമയത്ത് ഈ ഒരു കുഞ്ഞമ്മയോട് ചെന്ന് ചോദിക്കുക, അമ്മേ എനിക്ക് ഇന്ന വേദന വരില്ലേ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിലേക്കൊക്കെ ഇനി പെരുമാറാൻ തുടങ്ങില്ല. അപ്പം പറഞ്ഞ് അതൊന്നും അത്ര വേണമെന്നുള്ള കാര്യമല്ല. നെക്സ്റ്റ് മന്ത് ആയപ്പോഴത്തേക്ക് ഈ കുട്ടിയിൽ ഈ സിംറ്റംസ് എല്ലാം റൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം കൂടെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല, കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അഷ്വറൻസ് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ ഡോക്ടർ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം 3rd മന്ത് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിയുടെ സംശയം, എനിക്ക് ഇതുപോലത്തെ സിംറ്റംസ് വരാതിരുന്നു കഴിഞ്ഞാൽ അത് അബ്നോർമൽ അല്ലേ. പിന്നെ അത് ടെൻഷനായി. ഈ ഒരു സ്ട്രെസ്സ് പതുക്കെ അതിൽ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഫിസിയോളജിക്കൽ ചേഞ്ച് തന്നെ കുഞ്ഞിന് വന്നു. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് നമ്മുടെ അടുക്കിലേക്ക് റെഫർ ചെയ്ത് വിടുമ്പോൾ പറഞ്ഞൊരു കാര്യം, സിസ്റ്ററെ ഫസ്റ്റ് വന്നപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല, ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഈ കുഞ്ഞ് എവിടുന്നൊക്കെയോ കേട്ട് കുറേ കാര്യങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ താണ്ടെ ഹോർമോണൽ ചേഞ്ചസിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പം നോക്കിക്കേ എത്രമാത്രം ഈ ഒരു സ്ട്രെസ് ഫാക്ടേഴ്സ് നമ്മുടെ ഹോർമോണും അതുപോലെ തന്നെ നമ്മുടെ ഫിസിയോളജിക്കൽ കാര്യങ്ങളും മാറ്റാനായിട്ട് വരുന്നുണ്ട്. അവർക്കൊരു അഷുറൻസ് വേണം. നമ്മൾ പറയില്ലേ, പ്യൂപ്പയിൽ നിന്ന് ഒരു ബട്ടർഫ്ലൈയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ബയോളജിയിൽ പഠിച്ച പോലെ ഒരു മെറ്റമോർഫോസിസ്, അത് എന്തായാലും എല്ലാവരിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലൈഫിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ അപ്പം എല്ലാവർക്കും ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരും. അവിടെ നമുക്കാണെങ്കിലും ഈ കുട്ടികളോടുള്ള സമീപനത്തിലാണെങ്കിലും മറ്റുള്ളവരോടുള്ള സമീപനത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള സമീപനത്തിലൊക്കെ ആണെങ്കിലും ടീച്ചർ നേരത്തെ ചോദിച്ചതുപോലെ ഒരാളൊരു സ്ട്രെസ്സിലൂടെ അല്ലെങ്കിൽ ഒരു ജീവിത സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ വേറൊരാൾക്കും അത് സെൻസിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ,
അയാൾ അങ്ങനെയാണ്. ഇപ്പം ഒരു വേറൊരു കേസിൽ പറയുവാണ്, ഭാര്യ ഒരു ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുവാണ്. അപ്പോൾ ഭർത്താവിന് ആഗ്രഹം അത്രയും ദൂരെ ഭാര്യയ്ക്ക് ജോലി കിട്ടരുത്. അപ്പോൾ അത് ജോലി കിട്ടാതിരിക്കണമെങ്കിൽ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പുള്ളിക്കാരത്തി പെർഫോം ചെയ്യരുത്. അപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് ചെയ്തൊരു കാര്യം, പുള്ളിക്കാരത്തിക്ക് സ്ട്രെസ് വരുന്നൊരു കാര്യമാണ് പുള്ളിയുടെ വീട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും ചീത്ത പറയുക. നിന്റെ അമ്മ പഠിപ്പിച്ചതിൻ്റെ ഗുണമാണ്, നിന്റെ അപ്പം വളർത്തിയതിൻ്റെ ഗുണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മൂഡ് പോകും. ആ മൂഡ് പോയി സ്ട്രെസ്സായി പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെർഫോം ചെയ്യത്തില്ലെന്ന് അറിയാം. അപ്പം ഈ കക്ഷി ഇതേപോലെ ഒരു കാര്യമാണ് ചെയ്തത്. അപ്പം അങ്ങനെ പുള്ളിക്കാരത്തേക്ക് ജോലി കിട്ടിയില്ല, വന്നു. അപ്പം ഈ ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത്, സിസ്റ്ററെ ഇവക്ക് സ്ട്രെസ്സ് കൂട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സോ ഞാൻ അങ്ങനെ ഒരു തൊരിപ്പിട്ട് കൊടുത്താൽ മതി, ആളത് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആക്കിക്കൊള്ളും. അപ്പോൾ അത്രയും ദൂരം അവൾക്ക് ജോലിയും കിട്ടിയില്ല, വീട്ടിലുണ്ട് ആൾ എന്ന്. അപ്പോൾ ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേറൊരാളുടെ ചിന്തയിൽ നമുക്ക് സ്ട്രെസ്സ് തരാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വൾണറബിൾ ആകരുത്. മനസ്സിലാക്കുക, ചില സമയങ്ങളിൽ നമുക്ക് ഈ സ്ട്രെസ്സ് തന്നുകൊണ്ട് നമ്മുടെ പെർഫോമൻസ് ലെവലിനെ ബാധിക്കുന്ന രീതിയിൽ ഒരാളുടെ മൈൻഡ് വർക്ക് ചെയ്യാൻ നമ്മൾ ഇടവരുത്തരുത്. അതും ശ്രദ്ധിക്കേണ്ട ബേസിക്കലി ഒരു നമ്മൾ കാര്യം. നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാനും നമ്മളാരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മനസ്സിലാക്കിയിരിക്കണം. പലപ്പോഴും അത് പലർക്കും സാധിക്കണില്ല. Yeah. ആ ഒരു മറ്റുള്ളവരെ സെൽഫ് സപ്പോർട്ട് അവയർനെസ് ചെയ്താണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പലപ്പോഴും പോ- കാണുന്നത് അങ്ങനെയാണ്. പലവർക്കും ആ ഒരു അറ്റാച്ച്മെന്റ് കൂടുതലാണ്. മറ്റുള്ളവരായിട്ട് അറ്റാച്ച്മെന്റ് ആയിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. അതും കുറെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് നിൽക്കാനും സ്വന്തമായിട്ട് ചിന്തിക്കാനും ഉം. സ്വന്തമായിട്ട് പ്രവർത്തിക്കാനും സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനും പലർക്കും സാധിക്കണമില്ല. Yeah. അതും സ്ട്രെസ് ഉണ്ടാക്കും. എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തേ പോകാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട്. അതാണ് ഇപ്പൊ ഈ നമ്മൾ ചിലപ്പോൾ പറയത്തില്ല, ഒരു സോഷ്യൽ കൺഫേമിറ്റി ഒക്കെ പറയും. അതെ, അതായത് ഒരു സൊസൈറ്റിയോടും കൾച്ചറിനോടും എനിക്ക് അത് തെറ്റായിക്കൊള്ളട്ടെ, പക്ഷെ എനിക്ക് യോജിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഒരു സ്ട്രെസ്സിലേക്കൊക്കെ വരുമ്പോഴും ഇതേപോലുള്ള ചില പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടും. അപ്പം നമുക്കിവിടെ പറയേണ്ട ഒരു കാര്യം, കോമൺ ആയിട്ട് ജനറലായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏതൊരാൾക്കും ഇതുപോലുള്ള ജീവിത സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ഇനി ഈ ജീവിത സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബിഹേവിയർ പാറ്റേൺ, അതായത് നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പെരുമാറ്റങ്ങളിൽ പല തരത്തിലുള്ള ന്യൂനതകളുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുണ്ടാവാം. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, ഇൻഡിവിജ്വലി വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുക, ഞാനിങ്ങനെ ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് എനിക്ക് ഈ ഒരു എക്സ്പ്രസ്ഡ് ആയിട്ട് വരുന്നത്. മേ ബി ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എല്ലാത്തിൽ നിന്ന് വിഡ്രോവൽ ആയിരിക്കാം. സോ മനസ്സിലാക്കുക, അതിൻ്റെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നുണ്ടോ. തീർച്ചയായിട്ടും ഡെയിലി ലൈഫിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ കാര്യമായിട്ട് എടുക്കണം. ചിലപ്പോഴൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ ചില സ്ട്രെസ് മാനേജ്മെൻറ്റ് ലെവൽസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു മീ ടൈം എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സമയം. ആ ഒരു സമയത്ത് ഞാൻ തന്നെ ഒന്ന് ശാന്തമാകുന്നു, ഒരു പാട്ട് കേൾക്കുന്നു. ഇവൺ ചില സമയങ്ങളിൽ ചില ക്ലയൻസിനോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നന്നായിട്ട് പോയൊന്നൊന്ന് കുളിച്ചിട്ട് വാ, അപ്പൊ തന്നെ കുറെ സ്ട്രെസ് കുറയും. ചിലതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഈ കുട്ടികളുടെയൊക്കെ കാര്യത്തിലായാലും ആ പിള്ളേരെ ഞാൻ നന്നായിട്ടൊക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി ഒന്നൊന്ന് കൊണ്ടുവന്ന് ഇരുത്തി കഴിയുമ്പോഴത്തേക്ക് തന്നെ പിള്ളേർ റിലാക്സ്ഡ് ആയി. അപ്പോൾ ചെറിയ സിമ്പിൾ കാര്യമായിരിക്കാം, പക്ഷേ അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഒരു ബ്രീത്തിങ് എക്സസൈസ് ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ പ്രോപ്പർ സ്ലീപ്പ് ടൈം ആയിരിക്കാം. ചിലർക്ക് പക്ഷെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് ഹെൽപ്പ് വേണം. വേണം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഓക്കെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതൊക്കെ വലിയ പ്രശ്നമാണ് എന്നൊരു സോഷ്യൽ സ്റ്റിഗ്മയിലേക്ക് പോവാതെ, ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചവരും ശാസ്ത്രീയമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നവരുടെ അടുത്ത് ഞാൻ ചെല്ലുന്നു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മീൻ വാങ്ങാനായിട്ട് മീൻ വിൽക്കുന്ന ഷോപ്പിലാണ് ചെല്ലേണ്ടത്, അല്ലാതെ ഹാർഡ്വെയർസ് വിൽക്കുന്ന ഷോപ്പിൽ ചെന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇതേപോലെ എവിടേക്കാണ് ഞാൻ ചെല്ലേണ്ടതെന്ന് മനസ്സിലാക്കാനും അത് പോകുന്നവരെ അത് ഫ്രീ ആയിട്ട് പോകാനായിട്ട് അനുവദിക്കുന്ന ഒരു ഒരു സ്റ്റിഗ്മയില്ലാത്ത, പ്രിജുഡീസ് ഇല്ലാത്തൊരു സൊസൈറ്റിയും നമുക്ക് വേണം. അപ്പോൾ ഈ സ്ട്രെസ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് കണ്ടുപിടിക്കുക. മേ ബി ചിലപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ സമയത്ത്, അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു നമ്മളുടെ പ്രൊഫഷണൽ കൂടെയുള്ള ആർക്കെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അത് കണ്ടറിഞ്ഞ് സഹായിക്കാനുള്ള ഒരു എമ്പതി എന്ന് പറയുമല്ലോ, Yeah. എമ്പതൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിൽ Yeah. നല്ലതാണ്. തീർച്ചയായിട്ടും അതൊക്കെ ഫാമിലിയിലാണ് കൂടുതൽ അതെ, അതെ, വേണ്ടത്. ഇപ്പോൾ തീർച്ചയായിട്ടും. ഇപ്പോൾ അപ്പനും അമ്മയും ഈച്ച് അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം കണ്ട് മക്കൾ പഠിക്കുന്നു. അതെ, ഒരാൾ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്, അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ചില വീടുകളിലൊക്കെ പറയാറുണ്ട്, ഓക്കെ അപ്പൻ ഒത്തിരി ടെൻഷനായിട്ടാണ് വന്നേക്കുന്നത്,
ചിലപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം. കാരണം ഈ ടെൻഷന് നമുക്ക് പല കാരണങ്ങളുണ്ടല്ലോ. ഹെൽത്ത് അതെ, അതെ. ഇഷ്യൂസ് ആവാം, ഫിനാൻഷ്യൽ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ മറ്റു ജോബ് കാര്യങ്ങളാകാം, അല്ലെ നമ്മുടെ ഈ ക്ലൈമറ്റിന്റെ ചേഞ്ച് പോലും നമുക്ക് സ്ട്രെസ് വരുത്തുന്നുണ്ട്. അപ്പോൾ ഇത് വേറൊരാളോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെ വേറൊരാൾക്ക് ഓക്കെ ഇങ്ങനെ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് നമ്മൾ വേറൊരു കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ കൂടുതൽ സ്ട്രെസ് അടുപ്പിക്കരുത്. സ്ട്രെസ് ഉണ്ടായാലും അതിനെ മാനേജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഞാൻ ആർജിച്ചെടുക്കുക. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെയാണ് നമ്മളൊരു ഡിവൈൻ പ്രൊവിഡൻസ് ഒക്കെ. അപ്പോൾ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെങ്കിൽ, ദൈവമാണ് എനിക്ക് ജീവിക്കാൻ അനുവാദം നൽകിയതെങ്കിൽ, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു കരം എന്നിലുണ്ടാകും. അപ്പോൾ അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാ കാര്യത്തെയും ചിലപ്പോൾ എനിക്ക് തന്നെ തരണം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അതിനാണ് ദൈവം എനിക്ക് ഈ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടൊക്കെ ഒത്തിരി എനിക്ക് തോന്നുന്നത് ഒരു സ്ട്രെസ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സമ്മർദ്ദത്തിൻ്റെ ഒരു പരിഹാര മാർഗമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്കും തീർച്ചയായിട്ടും ഈ ഒരു ചർച്ച വളരെ ഏറെ ഉപകാരപ്രദമാകട്ടെ. എല്ലാവരുടെയും ജീവിത സമ്മർദ്ദം കുറയ്ക്കുവാനായിട്ട് സമാധാനത്തിൻ്റെ ദൈവം നമ്മളിൽ വസിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും ഡോക്ടർ സിജുവിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി.